കാസർഗോഡ് റെയിൽവേ പാഴ്സൽ സർവീസ് നിർത്തലാക്കിയ നടപടിക്കെതിരെ ഡിവൈഎഫ്ഐ പ്രതിഷേധം. പാഴ്സൽ സർവീസ് പുനരാരംഭിക്കണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിലെ പാഴ്സൽ സർവീസ് നിർത്തലാക്കിയ ദക്ഷിണ റെയിൽവേയുടെ നടപടി ഉടൻ പിൻവലിക്കുക, ജില്ലയിലുള്ള ഏക റെയിൽവേ പാഴ്സൽ സർവീസ് കേന്ദ്രം സംരക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉയർത്തിയായിരുന്നു ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം. ഡിവൈഎഫ്ഐ കാസർഗോഡ് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത്. ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി രജീഷ് വെള്ളാട്ട് ഉദ്ഘാടനം ചെയ്തു. ഈ കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിദ്യാ കേന്ദ്രം റെയിൽവേ സ്റ്റേഷനാണ് ഈ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ. എന്നാൽ കഴിഞ്ഞ കുറേ കാലങ്ങളായി നമ്മുടെ രാജ്യത്ത് അധികാരത്തിലിരിക്കുന്ന ഭരണകൂടം ഈ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനോട് അങ്ങേയറ്റത്തെ അവഗണന പുലർത്തുന്ന ആളുകളായി അധികാരികളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും ഇവിടെ അനുവദിക്കപ്പെട്ട ട്രെയിനുകൾ ഇവിടെ സ്റ്റോപ്പ് അനുവദിക്കുന്നതിൽ കണ്ണൂരിൽ നിന്നും കാസർഗോട്ടേക്ക് ട്രെയിനിന്റെ ദൂരം ദൈർഘ്യം ഇങ്ങോട്ട് വ്യാപിപ്പിക്കുന്നതും ഇതിനെല്ലാം അങ്ങേയറ്റത്തെ അനാസ്ഥയായിരുന്നു പല ഘട്ടങ്ങളിലും റെയിൽവേ മന്ത്രാലയം പുലർത്തിക്കൊണ്ടേയിരുന്നു. ഈ മാസം 25 മുതലാണ് പാഴ്സൽ സർവീസ് പൂർണ്ണമായും നിർത്തലാക്കിയത്. ദക്ഷിണ റെയിൽവേ ചീഫ് കൊമേഴ്സ്യൽ മാനേജർ 21 പുറത്തിറക്കിയ ഉത്തരവ് പ്രകാരമായിരുന്നു നടപടി. വ്യാപാരികൾക്കും പൊതുജനങ്ങൾക്കും ആവശ്യമായ മുൻകരുതലെടുക്കുന്നതിനും ക്രമീകരണമൊരുക്കുന്നതിനുള്ള സാവകാശം പോലും നൽകാതെയായിരുന്നു ജില്ലയിലെ ഏക പാഴ്സൽ സർവീസ് കേന്ദ്രം അടച്ചുപൂട്ടിയത്. കൈരളി ന്യൂസ്, കാസർഗോഡ്.